നമസ്കാരം. ബിഗ് ലേണിങ്ങിൻ്റെ KCB വർക്കർ അതുമായിട്ട് ബന്ധപ്പെട്ട ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഒരു സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സെഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ നേരത്തെ ഉള്ള സെഷനുകളിൽ പറഞ്ഞതുപോലെ തന്നെ പവർ ജനറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്നു എന്ന് പറയാം. ഈ പവർ ജനറേഷൻ്റെ സെഷനും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ സെഷനിലും കുറേ ഓർക്കാനുള്ള ടിപ്സും അല്ലെങ്കിൽ ഓർക്കാനുള്ള കുഞ്ഞു കാര്യങ്ങളും ഒന്നിൽ നിന്ന് ഒന്ന് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം ഒന്നിൽ നിന്ന് ഒന്ന് കണക്റ്റഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി കവർ ചെയ്തു പോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ട്രാൻസ്മിഷനിലും ഡിസ്ട്രിബ്യൂഷനിലും പവർ ജനറേഷനും ഉള്ളതുപോലെ തന്നെ ഈ ഏരിയയിലും അങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പഠിച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഏരിയ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കവർ ചെയ്യുക. ഒന്നോ രണ്ടോ പോയിൻറ്റ്സ് വിട്ടിട്ട് അത് ക്വസ്റ്റ്യനായിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ആ ഏരിയ പഠിക്കുകയും ചെയ്തു, ക്വസ്റ്റ്യൻ കിട്ടിയോ അതില്ലതാണ്. ഓർത്ത് വയ്ക്കാൻ പറ്റേണ്ട അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ട ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഗുണവും അതാണ്, ദോഷവും അതാണ്. ഒരു വരിക്ക് കുറേ കാര്യങ്ങൾ ചേർന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഒന്നോ രണ്ടോ എണ്ണം മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു ചോദ്യം വന്നാൽ ഏരിയ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയോ ഇല്ല. അതുകൊണ്ട് ഒരു ഏരിയ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇലക്ട്രിക്കൽ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് അറ്റ് ഹൈ വോൾട്ടേജ്. ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് കേരളത്തിലെ കോമൺ ജനറേറ്റിംഗ് വോൾട്ടേജ് 11 kV ആണ്. അതും PSC ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് എ കോമൺ ജനറേഷൻ വോൾട്ടേജ് ഇൻ കേരള? 11 kVയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ എനർജി ഹയർ വോൾട്ടേജസിലേക്ക് 66 kV അല്ലെങ്കിൽ 110 kV അതല്ലെങ്കിൽ 220 kV അങ്ങനെയൊക്കെ ഹയർ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യപ്പെടാം. ഹയർ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിഷൻ വോൾട്ടേജ്, ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് PSC. 765 kV ആണ് ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ. ഓക്കെ, അതും കൂടെ ഈ രണ്ട് കാര്യങ്ങളിലൂടെ കൂടെ ഓർത്താൽ നല്ലതായിരിക്കും. എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഈ പവർ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ വളരെ വിസിനിറ്റിയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല, പ്രോക്സിമിറ്റിയിലായിരിക്കണമെന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ ദൂര സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനുകൾ പവർ ജനറേഷൻ നടക്കുക. കിലോമീറ്ററുകൾ, വളരെ 100, 200, 300 കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്തായിരിക്കും ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജീനെ ആ ജനറേറ്റിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഏരിയയിലേക്ക്, നമുക്ക് പവർ വേണ്ടുന്ന കൺസ്യൂമേഴ്സിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കേണ്ടി വരിക. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനുകൾ നടപ്പിലാക്കുന്ന സമയത്ത് വളരെ വലിയ ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന 11 kVയിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്മിഷൻ ലോസസ് വിൽ ബി മോർ കമ്പയർഡ് ടു ലാർജ് വോൾട്ടേജസ്. വലിയ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ ട്രാൻസ്മിഷൻ ലോസ് കൂടുതലായിരിക്കും ചെറിയ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. ദെയർഫോർ ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസസ് വി വിൽ സ്റ്റെപ്പ് അപ്പ് ദ ജനറേറ്റഡ് വോൾട്ടേജ്, അല്ലെങ്കിൽ ജനറേറ്റഡ് വോൾട്ടേജ് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ആക്കിയതിന് ശേഷം, കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസസ്. ഓക്കെയാണ്. ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വലിയ വോൾട്ടേജിലേക്ക് മാറ്റിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നുള്ളൊരു വാക്കും കൂടെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ജനറേറ്റിംഗ് എൻഡിലെ ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇത് വളരെ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് എത്തുമ്പോൾ റിസീവ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏത്? റിസീവിങ് എൻഡ്, സബ്സ്റ്റേഷൻ എൻഡ് അല്ലെങ്കിൽ കൺസ്യൂമർ എൻഡിലെ ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് കൺസ്യൂമർ എൻഡിലെ ട്രാൻസ്ഫോമർ. ജനറേഷൻ എൻഡിലെ ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജ് കൂട്ടുവാണ് വേണ്ടത്. ഓക്കെ, കറണ്ട് കൂട്ടാനോ ഫ്രീക്വൻസി കൂട്ടാനോ പവർ കൂട്ടാനോ ഒന്നും ജനറേഷൻ സൈഡിൽ ഒന്നും ചെയ്യാറില്ല. ബട്ട് വോൾട്ടേജ് ഹൈ ആക്കിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി, ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ട്രാൻസ്മിഷൻ ലോസസ് മെയിൻലി ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാകുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ട്രാൻസ്മിഷൻ ചെയ്യുമ്പോഴുള്ള ലോസ്, എന്ത് ലോസ്? വോൾട്ടേജ് ലോസ് ആണോ? വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് എന്നേ പറയാറുള്ളൂ. പവർ ലോസ്,
പവർ ലോസിൻ്റെ ഇക്വേഷൻ എന്താ? പവറിൻ്റെ ഇക്വേഷനുകൾ എന്താ? I² R അല്ലേ? ജനറലി നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ അറിയത്തില്ലേ? ഒന്നെങ്കിൽ V × I എന്ന് എഴുതാം, അതല്ലെങ്കിൽ V²/R എന്ന് എഴുതാം. പക്ഷേ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ലോസിന് കാരണം? റെസിസ്റ്റൻസ് ആണ്. ഇക്വേഷനകത്ത് കിടക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, കറണ്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ പിന്നെ മാറ്റാൻ സാധിക്കാത്ത ആൾ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കാരണമാണ് പവർ ലോസ് ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടേഴ്സ് ആണ് പവർ ലോസിന് കാരണം. ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് പവർ ലോസ് തന്നെയാണ്. ട്രാൻസ്മിഷൻ ലോസിന് കാരണം റെസിസ്റ്ററിൻ്റെ കണ്ടക്ടേഴ്സിൻ്റെ അതിനകത്ത് ഉപയോഗിക്കുന്ന സിൽവർ അല്ലെങ്കിൽ അലൂമിനിയം ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പർ വളരെ കുറവായി ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. ആ കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് മൂലമാണ് ട്രാൻസ്മിഷൻ ലോസ് സംഭവിക്കുന്നത്. I² പവറിൻ്റെ എക്സ്പ്രഷൻ ആണെന്നും V × I യും V²/R പവറിൻ്റെ മറ്റ് ഇക്വേഷൻസ് ആണെന്നും കൂടെ ഓർത്താൽ ഒരു റിവിഷനും കൂടെ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ്? തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ട്രാൻസ്മിഷൻ ലൈൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കണ്ടക്ടർ മെറ്റീരിയൽ ഏത്? കോപ്പർ കണ്ടക്ടറാണ്, അലൂമിനിയം കണ്ടക്ടറാണ്, സ്റ്റീലും കണ്ടക്ടറാണ്. അയൺ അങ്ങനെ കോമൺലി ഉപയോഗിക്കാറില്ല, കൊറോഷനാണ് അയൺ അങ്ങനെ ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ. എന്നാലും അയൺ കണ്ടക്ടറാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അലൂമിനിയമാണ്. അലൂമിനിയം ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. കാരണം കോപ്പറാണ് അലൂമിനിയത്തിനേക്കാൾ നല്ല കണ്ടക്ടർ. കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കോപ്പർ ഈസ് ദ ബെറ്റർ കണ്ടക്ടർ. കോപ്പർ ഹാസ് കണ്ടക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ അലൂമിനിയം. ബട്ട് കോപ്പറിന് വെയിറ്റ് കൂടുതലാണ് ആൻഡ് കോപ്പർ ഈസ് മോർ കോസ്റ്റ്ലി ദാൻ അലൂമിനിയം. വെയിറ്റ് കുറവായതുകൊണ്ടും കോപ്പറിനേക്കാൾ ഈസിലി അവൈലബിളും കോസ്റ്റ് കുറവായതുകൊണ്ടും വി പ്രിഫർ ടു യൂസ് അലൂമിനിയം മോർ ദാൻ കോപ്പർ. മോസ്റ്റ് കോമൺലി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി അലൂമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് ദാറ്റ് ഇൻക്രീസസ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ വോൾട്ടേജിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാറുണ്ട്, സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. ഏത് ഡിവൈസ് വെച്ചാൽ വോൾട്ടേജിൻ്റെ ലെവൽ ഷിഫ്റ്റിംഗ് നടക്കുന്നത്, ലെവൽ മാറ്റുന്നത്. വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. വോൾട്ടേജിൻ്റെ ലെവൽ ഷിഫ്റ്റിംഗ് ഇൻ AC സിസ്റ്റംസ് ഈസ് ഡൺ ബൈ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ്. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ട്രാൻസ്ഫോമറാണ് ആള് സ്റ്റെപ്പ് ഡൗൺ ഓർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. വോൾട്ടേജിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ആ മെഷീനെ വിളിക്കുന്ന പേരാണ്, പവർ ജനറേറ്റ് ചെയ്യുന്ന ആൾ. കപ്പാസിറ്റർ പവർ ജനറേഷനിലും ട്രാൻസ്മിഷനിലും ഒന്നും കപ്പാസിറ്റർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ല. റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ എന്നൊക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഒരു പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളിലൊന്നാണ് ന്യൂക്ലിയർ റിയാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ACSR എന്തിനെ സൂചിപ്പിക്കുന്നു? ACSR അലൂമിനിയം, സ്റ്റീല്, കോപ്പർ, കാഡ്മിയം കോപ്പർ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ, ഇവരൊക്കെയാണ് ജനറലി കണ്ടക്ടേഴ്സായി ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരെന്ന് നമ്മൾ പറഞ്ഞു. അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും ഒരു മിക്സ്ചറാണ്, ലെയേഴ്സായിട്ട് അവരെ വയ്ക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടക്ടർ ആണ് ACSR കണ്ടക്ടേഴ്സ്. അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും മിക്സ്ചർ. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി അലൂമിനിയവും ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി സ്റ്റീലും. ACSR അലൂമിനിയം കണ്ടക്ടർ, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഇത് ഏത് വാക്ക് വായിച്ചാലും ACSRനെ പോലെ ഇരിക്കും. അലൂമിനിയം കണ്ടക്ടർ, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്, അതാണ് ACSRൻ്റെ ഫുൾ ഫോം. ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫോർ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ്. ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസിൽ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന, അപ്പം അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്. മണ്ണ് കുഴിച്ച് കേബിൾ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ നടത്താം. ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആര്? പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കാണുന്ന പോസ്റ്റിനെയാണ് ഇലക്ട്രിക് പോൾ എന്ന് വിളിക്കുക. അപ്പോൾ ട്രാൻസ്മിഷൻ അല്ല അത്. ട്രാൻസ്മിഷൻ ലൈൻ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കാണുന്ന ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. ദൂരെ നിന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്മിഷൻ. ജനറേറ്റ് ചെയ്യുക,
അത് ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് വരിക, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇത് മൂന്നും പവർ സിസ്റ്റത്തിൻ്റെ 3 ഭാഗങ്ങളാണ്. അപ്പോൾ പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ്, അയാൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ള ആളാണ്. ഇൻസുലേറ്റർ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടവറുകളിലോ ഉള്ള ആളാണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്ററാണ് ടവറുകളിലേക്ക് ഇതിൻ്റെ സപ്പോർട്ട് ഉറപ്പിക്കുന്ന സ്ട്രക്ചർ. അതായത് ആ സ്ട്രക്ചറുള്ള ആൾ ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ ഒരു സ്ട്രക്ചർ അല്ല, ഒരു ഡിവൈസ് മാത്രമാണ്, മെറ്റീരിയൽ മാത്രമാണ്. ടവർ ഇസ് ദ സപ്പോർട്ടിങ് സ്ട്രക്ചർ. ടവറിനകത്താണ് ഈ വെയിറ്റ് വരുന്നത്. ഇൻസുലേറ്റർ ആണ് ആ സപ്പോർട്ട് കൊടുക്കുന്ന ആൾ. പക്ഷേ ഇൻസുലേറ്ററിനെ ടവറിലേക്ക് ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുക. സോ ടവർ ഈസ് ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട്, ഈ കണ്ടക്ടേഴ്സിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന ആൾ ഇൻസുലേറ്റർ ആണ്. ബട്ട് ഇൻസുലേറ്റർ ഈസ് സപ്പോർട്ടഡ് ഇൻ ദ ടവർ. അപ്പോൾ ടവർ ആണ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. ബേസിക്കലി ഇൻസുലേറ്റർ പവർ സിസ്റ്റത്തിൽ എന്തിനാണ്? ഈ സപ്പോർട്ട് കൊടുക്കാൻ. ആർക്ക്? കണ്ടക്ടേഴ്സിന് സപ്പോർട്ട് കൊടുക്കാനും കണ്ടക്ടേഴ്സിനെ ലൈവായി, കണ്ടക്ടേഴ്സ് ബെയറായി വെളിയിൽ കാണുന്ന സ്ഥലങ്ങളിലല്ലാതെ ആ സ്ട്രക്ചറിൽ ടച്ച് ചെയ്യാൻ, എവിടെയെങ്കിലും ടച്ച് ചെയ്യണമെങ്കിൽ ഇൻസുലേറ്റേഴ്സിൻ്റെ പുറത്തേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ. ലൈവായിട്ട് കണ്ടക്ടേഴ്സിനെ ടച്ച് ചെയ്യാതിരിക്കാൻ, ആ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് അതിനായിട്ട് ബന്ധപ്പെട്ട് നടത്താനും ഒക്കെ ഇൻസുലേറ്റേഴ്സിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ലൈവായിട്ടുള്ള കണ്ടക്ടേഴ്സിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസുലേറ്റേഴ്സ് ബേസിക്കലി ഫോർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ടവർ. എ ഫീഡർ സപ്ലൈസ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം കൊണ്ടുവന്ന് പവർ തരുന്നു. ആ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ. എന്നിട്ട് ഓരോ ഏരിയയിലേക്ക് ഓരോ ഫീഡർ വഴി അതിനെ കൊണ്ടുപോകുന്നു. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വലിയ സബ്സ്റ്റേഷനിൽ നിന്ന് പല ഏരിയയിലേക്കും ആ പവറിനെ കൊണ്ടുപോകുന്ന കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ആ കൊണ്ടുപോകുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് ഫീഡർ. ആ ലാർജ് കണ്ടക്ടറാണ് ഫീഡർ. ഫീഡർ എന്ത് ചെയ്യുന്നു? ഫീഡർ കൊണ്ടുപോകുന്നത് അടുത്തുള്ള വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കാണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അവിടെ അത് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ 110 ചിലപ്പോൾ സബ്സ്റ്റേഷൻ 110 kV സബ്സ്റ്റേഷനിലോട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിനെ 66 kV ആക്കി ചിലപ്പോൾ ഫീഡറാക്കി വിടുന്നുണ്ടായിരിക്കും. 66 kV 3 ഫീഡേഴ്സ്. ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുവാണ്, കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം. 110 വന്നു, 110നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. എവിടെ വെച്ച്? സബ്സ്റ്റേഷനിൽ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ആര്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 66 ആക്കി. 66ൻ്റെ 1, 2, 3 ഫീഡേഴ്സ്. ആ ഫീഡേഴ്സ് പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഫീഡർ മാത്രം എടുത്താൽ അയാൾ ഈ 66നെ കൊണ്ട് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനായിരിക്കും. ആ ട്രാൻസ്ഫോമർ ഈ 66നെ 415 വോൾട്ട് എന്തിനാ? 3 ഫേസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ. 230 വോൾട്ട് എന്തിനാ? നോർമൽ സിംഗിൾ ഫേസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ. ഈ 2 ലെവലിലേക്കും അയാൾ ഈ വോൾട്ടേജിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടുന്ന് പോകുന്ന ലൈൻസിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് കൺസ്യൂമർ ഈ ലോഡ് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഇലക്ട്രിക് ലോഡ് കൺസ്യൂമർ കൊണ്ടുപോകുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നാണ്. ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ അറിയാം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഡിസ്ട്രിബ്യൂട്ടർ. ഡിസ്ട്രിബ്യൂട്ടറിന് മുന്നേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, അതിന് മുന്നേ ഒരു ഫീഡർ, ഫീഡറിന് മുന്നേ റിസീവിങ് എൻഡ് സബ്സ്റ്റേഷൻ. പവർ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് വന്ന് റിസീവ് ചെയ്യുന്ന ആളാണ് സബ്സ്റ്റേഷൻ. സബ്സ്റ്റേഷനിൽ നിന്ന് ഫീഡർ, ഫീഡറിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂട്ടർ, കൺസ്യൂമർ. അപ്പോൾ ഫീഡർ ആർക്കാണ് സപ്ലൈ കൊടുക്കുന്ന? ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനല്ല, സ്ട്രീറ്റ് ലൈറ്റിനല്ല, പവർ പ്ലാന്റ്സിന് എന്തിനാണ് അങ്ങോട്ട് സപ്ലൈ കൊടുക്കുന്ന? അവരാ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുമല്ല, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന് സപ്ലൈ കൊടുക്കുന്ന ആളാണ് ഫീഡർ. ഡിസ്ട്രിബ്യൂട്ടർ ഈസ് എ കണ്ടക്ടർ ഫ്രം വിച്ച്, തൊട്ട് മുന്നേ ആൻസർ പറഞ്ഞതാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഈസ് എ കണ്ടക്ടർ ഫ്രം വിച്ച്, ട്രാൻസ്ഫോമർ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണോ ഡിസ്ട്രിബ്യൂട്ടർ? അല്ല. പവർ ജനറേറ്റ് ചെയ്യുന്ന ആളാണോ ഡിസ്ട്രിബ്യൂട്ടർ? 2 ഓപ്ഷൻ ഓൾറെഡി നമുക്ക് ബിയും ഡിയും ഒറ്റ നോട്ടത്തിൽ വായിച്ച് നോക്കിയാൽ, കൃത്യമായി വായിച്ച് നോക്കിയാൽ തന്നെ എടുക്കാം. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് പല കൺസ്യൂമേഴ്സിനും സപ്ലൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാ കൺസ്യൂമേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ടാപ്പിംഗ് ഇല്ലെങ്കിലോ? നോ ടാപ്പിംഗ് ഈസ് ടേക്കൺ. അങ്ങനെ ടാപ്പിംഗ് എടുത്തില്ല, ഇയാൾ ഇങ്ങനെ അങ്ങ് പോയിട്ട് കാര്യമുണ്ടോ? ഒരു ടാപ്പിംഗ് എടുക്കുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടർ നീണ്ടം കിടക്കുവാണ്. ആർക്കെങ്കിലും പവർ കിട്ടുന്നുണ്ടോ? ഇല്ല. പവർ കിട്ടണമെങ്കിൽ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ അതിനെ ടാപ്പ് ചെയ്ത് ഓരോ കൺസ്യൂമർ 1, കൺസ്യൂമർ 2, കൺസ്യൂമർ 3, 4 അങ്ങനെ ഓരോരുത്തരും അത് ടാപ്പ് ചെയ്തിട്ടാണ് എടുക്കുക. കൺസ്യൂമർ ടാപ്പിംഗ് ഈസ് ടേക്കൺ ഫ്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. തൊട്ട് മുന്നത്തെ ആ പടം വരച്ചതിൻ്റെ ആ
ഒരു ഹൈറാർക്കി ഓർത്താൽ കാര്യങ്ങൾ സെറ്റ് ആയിരിക്കും. ഏതാണ്? സബ്സ്റ്റേഷൻ, ഫീഡർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂട്ടർ, ടാപ്പിംഗ്സ് എടുത്ത് കൺസ്യൂമർ. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആർ ജനറലി, നമ്മൾ കാണുന്നത് കൂടുതലും ഓവർ ഹെഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഓവർ ഹെഡ് എഴുതാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ക്യാൻ ബി ജനറലി ഓവർ ഹെഡ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്. ഇപ്പോഴൊക്കെ KCB കുറേ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വലിക്കുന്നുണ്ട്. എസ്പെഷ്യലി ടൗൺ ഏരിയാസിലൊക്കെ അണ്ടർഗ്രൗണ്ട് കേബിൾ കോസ്റ്റ് കുറച്ചും കൂടെ കൂടുതലാണ് ഓവർ ഹെഡ് ലൈൻ ഇടുന്നതിനെക്കാട്ടിയും. മെയിൻ്റനൻസ് കുറച്ചും കൂടെ പാടാണ്, മെയിൻ്റനൻസ് ഉണ്ടായാൽ. പക്ഷേ അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് കോസ്റ്റ് കൂടിയെങ്കിലും KCB പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ടൗൺ ഏരിയാസിലൊക്കെ കൺജസ്റ്റഡ് ഏരിയാസ്, ട്രാഫിക് കൂടുതലുള്ള ഏരിയാസിലൊക്കെ KCB കൂടുതൽ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിൾസും ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇടുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഓർ ഓവർ ഹെഡ് ലൈൻസ്. തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഒരു ലൈനെന്നും മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതിനെ കേബിൾ എന്നുമാണ് വിളിക്കുക. ഇൻസുലേഷൻ ഉള്ളത് കൊണ്ടാണ് അവരെ കേബിൾ എന്ന് വിളിക്കുക. അണ്ടർ വാട്ടറൊക്കെ വേണമെങ്കിൽ ആവാം കേട്ടോ, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഐദർ ഓവർ ഹെഡ് ഓർ അണ്ടർഗ്രൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഐസൊലേറ്റർ ഷുഡ് ബി ഓപ്പറേറ്റഡ്. പലപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് സർക്യൂട്ട് ബ്രേക്കറും ഐസൊലേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഐസൊലേറ്റർ നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ ഈസ് നോട്ട് ഓട്ടോമാറ്റിക്, തന്നെത്താനെ നടക്കുന്ന പ്രോസസ്സ് അല്ല. പേഴ്സണൽ, സബ്സ്റ്റേഷനിലോ യാർഡിലോ ഒക്കെ ഉള്ള ആ ആളാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആ വർക്കറാണ് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് പ്രോസസ്സ് അല്ല ഐസൊലേറ്ററിൻ്റെത്. രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാണ്. ഒരു സെക്ഷനെ ബാക്കിയുള്ള സെക്ഷനുകളിൽ നിന്ന് മാറ്റുകയാണ്, ബ്രേക്ക് ചെയ്ത് മാറ്റുകയാണ് ഐസൊലേറ്ററും സർക്യൂട്ട് ബ്രേക്കറും ചെയ്യുന്നത്. സർക്യൂട്ട് ബ്രേക്കർ ലൈവായിട്ട് സപ്ലൈ ഉള്ള കണ്ടക്ടേഴ്സ്, ലൈവ് കണ്ടക്ടേഴ്സിൽ ലൈവ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് സർക്യൂട്ട് ബ്രേക്കർ. ഐസൊലേറ്റർ ഇസ് ഓൾവേസ് ഓപ്പറേറ്റഡ് വിത്തൗട്ട് ലോഡ്. ഓപ്ഷൻ ബി, ഐസൊലേറ്റർ ഇസ് ഓൾവേസ് ഓപ്പറേറ്റഡ് വിത്തൗട്ട് ലോഡ്. ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാറേ ഇല്ല. ഓട്ടോമാറ്റിക് അല്ല, റിമോട്ട് അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റിംഗ് പേഴ്സണൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസൊലേറ്റർ. സർക്യൂട്ട് ബ്രേക്കർ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം, മാനുവലി വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് വേണമെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. ബട്ട് ഇൻ കേസ് ഓഫ് എ ഫോൾട്ട്, ഇൻ കേസ് ഓഫ് ആൻ അബ്നോർമൽ കണ്ടീഷൻ, സർക്യൂട്ട് ബ്രേക്കർ യൂസസ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ. തന്നെത്താനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവും സർക്യൂട്ട് ബ്രേക്കറിനുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിലേ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഐസൊലേറ്റർ തന്നെ ഓപ്പറേറ്റ് ചെയ്യത്തില്ല, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ഇല്ല. ഐസൊലേറ്റർ ഈസ് നെവർ ഓപ്പറേറ്റഡ് ഓൺ ലോഡ്. സർക്യൂട്ട് ബ്രേക്കർ യൂഷ്വലി ഈസ് ഓപ്പറേറ്റഡ് ഓൺ ലോഡ്, അണ്ടർ ലോഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഡ്യൂറിങ് ഫോൾട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഐസൊലേറ്റർ ഈസ് ഓപ്പറേറ്റഡ് വിത്തൗട്ട് ലോഡ്. അപ്പോൾ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സെഷനിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന ആൻസർ എന്ന് പിക്ക് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളും, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ സ്കീം, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എന്തുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, ആര് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എവിടെ, സ്റ്റെപ്പ് ഡൗൺ എവിടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഈ ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കീം എന്താണെന്നൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. അത്തരത്തിലൊരു ട്രെയിനിങ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, KCB വർക്കറിന് വേണ്ടി ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരോ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോ ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ബിഗ് ലേണിങ്ങിൻ്റെ KCB വർക്കർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓറൽസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി നമുക്ക് പിന്നെ ഒരു സെഷനിൽ കാണാം. താങ്ക് യു.